പോസ്റ്റുകളും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഏതു സമയത്തും ഡിലീറ്റ് ചെയ്യാം. പക്ഷേ ആത്മകഥകൾ എഴുതിപ്പോയാൽ അച്ചട്ടാണ്. പിന്നെ അച്ചടിച്ചാലും ഇല്ലെങ്കിലും അത് ആജീവനാന്തം മാത്രമല്ല, ജീവിതാനന്തരവും അതുപോലെ കിടക്കും. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ ഒറ്റബുദ്ധി മതിയെന്ന് പറയാറുണ്ട്. മേൽക്കീഴ് നോക്കാതെ പറയാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. എന്നാൽ ആത്മകഥ എഴുതാൻ നല്ല വിവേചന ബുദ്ധിയും ക്ഷമയും വേണം. മലയാളത്തിൽ സമീപകാലത്ത് 2 ആത്മകഥകളാണ് എഴുതിക്കഴിഞ്ഞ ശേഷം എഴുത്തുകാർ തള്ളിപ്പറഞ്ഞത്. ആദ്യത്തേത് ISRO ചെയർമാൻ S. സോമനാഥിൻ്റെതായിരുന്നു. അച്ചടിച്ച കോപ്പികൾ പോലും അതിൽ പിൻവലിച്ചു. രണ്ടാമത്തേത് ഇപ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റേത്. P. ജയരാജൻ സ്വന്തം പുസ്തകത്തിൽ എഴുതിയതിനെ പ്രകാശന വേദിയിൽ വച്ച് മുഖ്യമന്ത്രി തള്ളി പറഞ്ഞെങ്കിലും എഴുതിയ P. ജയരാജൻ അതിലുറച്ചു നിന്നു. EP ജയരാജന് എന്തുകൊണ്ടാണ് അച്ചടിച്ച സ്വന്തം കഥയെ തള്ളിപ്പറയേണ്ടി വന്നത്? സാന്റിയാഗോ മാർട്ടിനെയും ദല്ലാൽ നന്ദകുമാറിനെയും കരുവന്നൂർ ബാങ്ക് പ്രതി സതീഷ് കുമാറിനെയും തള്ളിപ്പറഞ്ഞതുപോലെ നിസ്സാരമാണോ സ്വന്തം ആത്മകഥയെ തിരസ്കരിക്കുന്നത്? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഒരു കഥയും ഇല്ലാത്ത സ്വന്തം ആത്മകഥ. CPIMന്റെ നടപ്പുരീതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി അനുവദിച്ചാൽ മാത്രമേ ആത്മകഥ എഴുതുവാൻ കഴിയുകയുള്ളൂ. EP ജയരാജൻ ആത്മകഥ എഴുതണമെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അനുവദിക്കണം. സ്വന്തം നിലയ്ക്കല്ല എഴുതുന്നത് എങ്കിൽ പാർട്ടി നിർദ്ദേശിക്കുന്നയാൾ വേണം ആ പുസ്തകം എഴുതാൻ. EP ജയരാജൻ ഇങ്ങനൊരു പുസ്തകം വരുന്നുണ്ട് എന്ന് കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചോ എന്നറിയില്ലെങ്കിലും അവസാനത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ EP ഏതായാലും പങ്കെടുത്തിട്ടുണ്ട്. VSന്റെ ആത്മകഥ എഴുതാൻ 3 ഡസൻ തവണയെങ്കിലും CPIM സംസ്ഥാന സമിതിയിൽ അപേക്ഷ എത്തുകയും അതൊക്കെ പല കാരണങ്ങളാൽ നിരസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2009 സമരം തന്നെ ജീവിതം എന്ന പുസ്തകം ആത്മകഥയായി പെൻബുക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന് പാർട്ടിയുടെ അനുവാദമില്ലെന്ന് അടക്കിപ്പിടിച്ച സംസാരങ്ങൾ അണികൾക്കിടയിൽ തന്നെയുണ്ടായി. അത് പക്ഷേ VS നടത്തിയ സമരങ്ങളുടെ കഥയായതിനാൽ പാർട്ടിക്ക് ദോഷകരമാകുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയായിരുന്ന സമയം കൂടിയായതിനാൽ തള്ളിപ്പറയലും ഉണ്ടായില്ല. ദേശാഭിമാനി ലേഖകനായിരുന്ന P. ജയനാഥ് VSന്റെ ആത്മരേഖ എന്ന പുസ്തകം എഴുതിയത് പാർട്ടി അനുമതിയോടെ ആയിരുന്നെങ്കിലും പിന്നീട് അതിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. SNC ലാവ്ലിൻ പോലുള്ള വിഷയങ്ങളിൽ ആത്മരേഖ പാലിച്ച മൗനവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ഒടുവിൽ VSന്റെ സമര നൂറ്റാണ്ട് എന്ന പുസ്തകം KV സുധാകരൻ എഴുതുകയും മുഖ്യമന്ത്രി തന്നെ പ്രകാശനം ചെയ്യുകയും ചെയ്തതോടെയാണ് ഇപ്പോൾ പാർട്ടി അംഗീകരിക്കുന്ന VSന്റെ ജീവിതകഥ അതായി മാറിയത്. KR ഗൗരിയമ്മ എത്ര വട്ടമാണ് ആത്മകഥ എഴുതാൻ തുനിഞ്ഞ് വേണ്ടെന്ന് വെച്ചത്? അന്നൊന്നും പാർട്ടിയുടെ അനുവാദം കിട്ടിയിരുന്നില്ല എന്ന് അവസാനം ഗൗരിയമ്മ പറയുകയും ചെയ്തു. ജീവിതകഥ എഴുതാൻ JSSന്റെ തുടക്കകാലത്ത് അജിത നിർബന്ധിച്ചിരുന്നെങ്കിലും ഗൗരിയമ്മ തന്നെ അത് വേണ്ടെന്ന് നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകളൊക്കെ വന്നു. പാർട്ടി പ്രവർത്തകൻ മുതൽ നേതാക്കൾ വരെയുള്ളവരുടെ ജീവിതം പാർട്ടിയുടേതാണ്. അതിലുണ്ടാകേണ്ടത് പാർട്ടിയുടെ കഥയിൽ നിന്നും ഭിന്നമായതൊന്നും ആകാനും പാടില്ല. അങ്ങനെയല്ലാത്ത കഥ പറയുന്നവർ പാർട്ടിക്ക് പുറത്താണ്. ഇതാണ് പാർട്ടി ഇല്ലായ്മ. ഇത്ര നിഷ്കളങ്കമാണോ എന്ന് തോന്നിപ്പോകുന്ന സമീപകാലത്ത് പ്രസിദ്ധീകരിച്ച ഒരു ആത്മകഥയുണ്ട്. ഡോക്ടർ M. ലീലാവതിയുടെ ധ്വനിപ്രയാണം. സാഹിത്യ നിരൂപണത്തിൽ ഒരു പെണ്ണിന്റെ സാഹസ സഞ്ചാരങ്ങൾ എന്ന സബ് ടൈറ്റിലുമായി വന്ന ആത്മകഥയുടെ ആമുഖത്തിൽ ഒരു വിവരം പറയുന്നുണ്ട്. 2 ഭാഗങ്ങളായി എഴുതിയ ആത്മകഥയുടെ 2ാം ഭാഗം മരണശേഷം മാത്രം പ്രസിദ്ധീകരിക്കണം എന്ന നിർദ്ദേശത്തോടെ നൽകിയതാണ്. അത് മാറ്റിവെക്കേണ്ടതില്ല എന്ന് എല്ലാവരും നിർബന്ധിച്ചതിനാൽ ഇപ്പോൾ തന്നെ പ്രസിദ്ധീകരിക്കുന്നു എന്നാണ് ലീലാവതി ടീച്ചർ പറയുന്നത്. അതെന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയിൽ വായിക്കുമ്പോഴാണ് നമുക്കൊട്ടും അത്ഭുതം തോന്നാത്ത ഒരു കഥ കാണുന്നത്. കോൺഗ്രസ് പ്രവർത്തകയായിരുന്ന അമ്മയുടെ ജീവിതമാണ് ആ 2ാം ഭാഗത്തിൽ. ജീവിച്ചിരിക്കുമ്പോൾ മറുപടി പറയേണ്ടി വരുമോ എന്ന് അലോസരപ്പെട്ട ഭാഗം ഇതാണ്. അമ്മയുടെ സ്മരണയ്ക്കായി കോൺഗ്രസ് ഓഫീസിന് സ്ഥലം കൊടുത്തപ്പോൾ ഉണ്ടായ കബളിപ്പിക്കൽ, ആ സ്ഥലത്ത് പറഞ്ഞ നിലയ്ക്കോ വാഗ്ദാനം ചെയ്യപ്പെട്ട നിലയ്ക്കോ സ്മാരകം ഉയരാതിരിക്കാനുള്ള കാരണം. ഇത്തരമൊരു കഥ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞാൽ അതിന് മറുപടി പറഞ്ഞ് സ്വന്തം ആത്മകഥ മുങ്ങിപ്പോകുമെന്ന് എഴുത്തുകാരി ഭയപ്പെട്ടു. മരണാനന്തരം വന്നാൽ വ്യക്തിപരമായി സമ്മർദ്ദത്തിലാവുകയില്ല. ധൈര്യമില്ലായ്മ എന്നൊക്കെ കുറ്റപ്പെടുത്താമെങ്കിലും ലീലാവതി ടീച്ചർ എത്ര സത്യസന്ധമായാണ് സ്വന്തം ജീവിതത്തെ സമീപിച്ചത് എന്ന് ആത്മകഥ എഴുതാൻ ഒരുങ്ങുന്ന നേതാക്കളും അച്ചടിക്കാൻ ഒരുങ്ങുന്ന പ്രസാധകരും അറിഞ്ഞിരിക്കേണ്ടതാണ്. മലയാളത്തിൽ ഏറ്റവും വൃത്തിയായി എഴുതിയ 2-3 ആത്മകഥകളുണ്ട്. അതിൽ ആദ്യത്തേത് AKGയുടേതാണ്. രണ്ടാമത്തേത് അജിതയുടെ ആത്മകഥയുടെ ആദ്യ ഭാഗമാണ്.
ഇത് രണ്ടും പൂർവ്വ ജീവിതം എന്താണെന്ന് പറഞ്ഞാൽ വേട്ടയാടപ്പെടുമോ എന്നൊരു പേടിയില്ലാതെ എഴുതിയവയാണ്. പക്ഷേ അങ്ങനെ എഴുതിയ അജിതയ്ക്ക് പോലും ആത്മകഥയുടെ രണ്ടാം ഭാഗം തെളിച്ചത്തോടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വേണ്ട വിധത്തിൽ പൂർത്തിയാവുകയോ അല്ലെങ്കിൽ വായിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. കെ വേണുവിന്റെ ബൃഹത് ആത്മകഥ അതിന്റെ രാഷ്ട്രീയ സത്യസന്ധത കൊണ്ടാണ് ശ്രദ്ധേയമായത്. അത് വേണു എന്ന വ്യക്തിയുടെ കഥയല്ല, അരനൂറ്റാണ്ടിലെ കേരളത്തിലെ തീവ്ര കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ കഥയാണ്. മനോഹരമായി എഴുതുകയും പറയുകയും ചെയ്യുന്ന സീതാറാം യെച്ചൂരിക്ക് പോലും ഒരു സമ്പൂർണ്ണ ആത്മകഥ ഉണ്ടായിട്ടില്ല. അവിടെ പറഞ്ഞു പോയതല്ലാതെ പൂർണ്ണമായും ആ ജീവിതം രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. EP ജയരാജനെ ഒരു ആത്മകഥ വേദനിപ്പിക്കുന്നത് ആദ്യമല്ല. എത്ര ആത്മകഥ എഴുതിയാലും തീരാത്ത മുറിവ് MV രാഘവൻ എഴുതിയ ഒരു ആത്മകഥ തന്നെ EP നൽകുന്നുണ്ട്. DYFIയുടെ ആദ്യ അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കിയിട്ട് 1 വർഷം പൂർത്തിയാകും മുൻപ് ഇദ്ദേഹത്തെ ഇനി ഡൽഹിയിൽ വേണ്ട എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്നിവരെയാണ് MVR എഴുതിയത്. വരുന്ന തലമുറയ്ക്ക് ജീവിതം പകർന്നു നൽകാനാകണം. അത് ആരോടെങ്കിലുമുള്ള ദേഷ്യം തീർക്കാനാകരുത്. ഇങ്ങനെയാണ് ഒരു ആത്മകഥയെക്കുറിച്ചുള്ള വളരെ ലളിതമായ നിർവചനം. R ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥ 3 ആളുകളോടുള്ള ദേഷ്യം എഴുതി തീർത്ത ഒന്നാണ്. ഇടമലയാർ ഗ്രാഫൈറ്റ് ഇടപാടുകളിൽ കേസ് കൊടുത്ത VS അച്യുതാനന്ദനോടുള്ള ദേഷ്യമാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ഇടമലയാർ സംഭവം അന്വേഷിച്ച ജസ്റ്റിസ് K സുകുമാരനോടുള്ള ദേഷ്യം. ഇവരോടുള്ള ദേഷ്യം ഏതായാലും വായിക്കുന്നവർ അത് വിശ്വസിക്കുമോ എന്നാണ് ഒരു ചോദ്യം. കാരണം ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ള ശിക്ഷിക്കപ്പെട്ടുവെന്നും ജയിലിൽ കഴിഞ്ഞു എന്നുമുള്ള വസ്തുതയാണ് ഈ ആത്മകഥയ്ക്ക് മുകളിൽ നിൽക്കുന്നത്. VS ഉൾപ്പെടെയുള്ളവരുടെ ജീവിത കഥകളിലൂടെ വരുന്ന തലമുറകളും അത് അറിഞ്ഞുകൊണ്ടേയിരിക്കും. ബാലകൃഷ്ണപിള്ളയുടെ മൂന്നാമത്തെ ദേഷ്യം KM മാണിയോടാണ്. കോട്ടയം DCC ഓഫീസ് സെക്രട്ടറി ആയിരുന്ന KM മാണിയെ സ്വന്തം ജീപ്പിൽ ആ ഓഫീസിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി പാലായിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയതിൽ തുടങ്ങുന്നു ആ കഥ. അതിനുശേഷം മാണി ചെയ്തത് മുഴുവൻ ചതിയായിരുന്നു എന്ന് പറയുന്ന ആത്മകഥ വായിച്ചിരിക്കുന്ന ഇന്നത്തെ ആളുകൾ കാണുന്നത് KM മാണിയുടെ മകനും R ബാലകൃഷ്ണയുടെ മകനും ഒരു മുന്നണിയിൽ നിന്നും ഭരണം പങ്കിടുന്നതാണ്. ഏതായാലും ആ ആത്മകഥയ്ക്ക് അന്ന് ദേഷ്യത്തിനിട്ട് പ്രിസണർ എന്ന പേര് മാറ്റുകയും R ബാലകൃഷ്ണപിള്ളയുടെ ആത്മകഥ പരിഷ്കരിച്ച പതിപ്പെന്നാക്കുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജൻ വാർത്തയിൽ വന്നത് പ്രകാശ് ജാവ്ദേക്കറെ കണ്ട കാര്യം സമ്മതിച്ചതോടെയാണ്. CPMന് ആ തിരഞ്ഞെടുപ്പ് ദിവസം കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത്. നെയ്യാറ്റിൻകര ഉപതിരഞ്ഞെടുപ്പ് ദിവസം KK രമയെ കാണാൻ VS പോയതുപോലുള്ള ഒരു തിരിച്ചടി. സമാനമാണ് ചേലക്കര വയനാട് ഉപതിരഞ്ഞെടുപ്പ് ദിവസം വന്ന ആത്മകഥയെക്കുറിച്ചുള്ള വാർത്തയും. ശ്രദ്ധയും ചർച്ചയും മുഴുവൻ ആ വഴിക്ക് തിരിഞ്ഞപ്പോൾ സ്വാധീനിക്കപ്പെടുന്നത് ചാഞ്ചാട്ട വോട്ടുകളെയാണ്. എന്നാൽ പിന്നെ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തേക്കാം എന്ന് കരുതിയിരുന്ന നിഷ്പക്ഷർ രാവിലെ ഇത് കണ്ടാൽ തീരുമാനം മാറ്റുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. EP ജയരാജൻ പറയുന്നത് പോലെ സ്വന്തമല്ലാത്ത ആത്മകഥയാണ് പുറത്തു വന്നത് എങ്കിൽ പ്രസാധകർ നടപടി നേരിടുക തന്നെ വേണം. എഴുതിക്കിട്ടിയ ആത്മകഥ വിൽക്കാൻ അതിലുള്ള ഏതൊരു വാചകവും ഉപയോഗിക്കാം. എന്നാൽ എഴുതി നൽകാത്ത ആത്മകഥയ്ക്ക് കട്ടൻ ചായ പരിപ്പുവട തലക്കെട്ടിട്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. ദേശാഭിമാനി ലേഖകൻ തന്നെ EP ജയരാജന്റെ പേരിൽ അനുമതിയില്ലാതെ ആത്മകഥ എഴുതി നൽകുമോ എന്ന ചോദ്യത്തിനാണ് ആദ്യം ഉത്തരമുണ്ടാകേണ്ടത്. സ്രാവുകൾക്കൊപ്പം നീന്തി ആത്മകഥ എഴുതുന്നവർക്ക് പോലും എന്ത് സംഭവിച്ചു എന്ന് ഇന്നൊരു പിടിയുമില്ല. ആത്മകഥ എഴുതും വഴിയെ 5 എഡിഷൻ വിൽക്കാനുള്ള പണി പ്രസാധകർ ചെയ്യും. ശേഷം ആത്മാവില്ലാത്ത കഥകളൊന്നും നിലനിൽക്കില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.